വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്തിന്റെ 5ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലായിരുന്നു പ്രേക്ഷകരെ ആവേശത്തിലാക്കിയ ആ വെളിപ്പെടുത്തൽ വന്നത്. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി എന്നിവർ ചേർന്ന് പുതിയ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. പക്ഷേ ധ്യാനിന്റെ സിനിമാ ലോഞ്ചിങ്ങിൽ അസാന്നിധ്യം കൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ട് ധ്യാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയെക്കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ വിനീത് വന്നില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വിനീത് നൽകിയ മറുപടിയാണ് അതിലേറെ രസകരമായത്. ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന്റെ ലോഞ്ചിങ്ങിന് വരാത്തതിനെ കുറിച്ച് ചോദിച്ചവരോട് ഞാൻ ചെന്നൈയിൽ എന്റെ കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റുന്ന തിരക്കിലാണ് എന്നതായിരുന്നു വിനീതിന്റെ മറുപടി. ഇത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുമുണ്ട്. ഈ അടുത്തായിരുന്നു വിനീതിനും ദിവ്യയ്ക്കും ആൺകുഞ്ഞ് പിറന്നത്. അച്ഛന്റെ പാത പിന്തുടർന്നാണ് വിനീത് ശ്രീനിവാസൻ സിനിമയിലെത്തിയത്. അഭിനയവും ആലാപനവും സംവിധാനവുമൊക്കെയായി മലയാള സിനിമയിൽ ഇതിനോടകം തന്നെ വിനീത് ഇടം പിടിച്ചു കഴിഞ്ഞു. ചിത്രത്തെക്കുറിച്ച് അജു വർഗീസും നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ഫേസ്ബുക്കിലൂടെ 2-3 ദിവസമായിട്ട് പ്രേക്ഷകർക്ക് സൂചന നൽകുന്നുണ്ടായിരുന്നു. ഒരു സർപ്രൈസ് വരുന്നുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ആകാംക്ഷയ്ക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ താരങ്ങൾ പുറത്തുവിട്ടു. ധ്യാൻ ഡയറക്റ്റ് ചെയ്യണേ, നിവിനും നയൻതാരയും ലീഡ് റോളിൽ വരുന്ന ഷാൻ റഹ്മാൻ മ്യൂസിക്കിലുള്ള ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ വിശാഖും ഞാനും പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ ഇൻ അസോസിയേഷൻ വിത്ത് എം സ്റ്റാർ എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. നേരത്തെ ലൈവ് അച്ഛൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടും നല്ലോണം പേടിച്ച് കുറച്ചൊരു 5 മിനിറ്റ് കൂടെ കലോറ്റി വേണം ഞാൻ. അപ്പോൾ എന്തായാലും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ പറഞ്ഞൊരു പുതിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവരൊരു പുതിയ സ്റ്റെപ്പ് എടുക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് ഡയറക്ഷനിലോട്ട്. ഞങ്ങളെല്ലാവരെയും ക്ലച്ച് പിടിപ്പിച്ച ഒരാള്, വണ്ടി ഓടിപ്പിക്കാൻ പഠിച്ച ഒരാളാണ് VS. ഇവിടെ വിനീത് ശ്രീനിവാസൻ VS ഇല്ല. അതെ, പുള്ളി സ്റ്റേറ്റസ് ഒക്കെ ഇട്ടിരുന്നു, വായിച്ചില്ലേ? കുട്ടിയുടെ ഡയപ്പേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റസ് വായിച്ചു, സന്തോഷം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിരയിലൂടെയാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തിയത്. വിനീത് ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായ മലർവാടി ആർട്സ് ക്ലബിലൂടെയായിരുന്നു നിവിൻ പോളി സിനിമയിലേക്ക് അരങ്ങേറിയത്. അജു വർഗീസിന്റെ തുടക്കവും ഈ സിനിമയിലൂടെ തന്നെയായിരുന്നു. നിവിന് നായികയായി ഇതിലേക്ക് എത്തുന്നത് നയൻതാരയാണ്. ദിനേശനും ശോഭയുമായിട്ടാണ് നിവിനും നയൻതാരയും ചിത്രത്തിലെത്തുന്നത്. പഴയ തളത്തിൽ ദിനേശനും ശോഭയുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. മലയാളത്തിലൂടെയാണ് നയൻതാര തുടങ്ങിയതെങ്കിലും തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ നമ്പർ 1 താരറാണിയായി മാറിയിരിക്കുകയാണ് നയൻസ്. പുതിയ നിയമത്തിന് ശേഷം നയൻതാര അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാവും ഇത്. ഈ അഭിജിത്ത് അശോകൻ അരുൺ വിഷവും ഇവിടെ സെൻട്രൽ സ്ക്വയറിൽ വന്നിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. അവരായിട്ട് തന്നെ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, അതായത് നിങ്ങൾക്ക് ക്യാഷ് തരാം, പക്ഷേ ഞങ്ങൾ ഈ പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുള്ളൂ. പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും തരും എന്നാണ് അവരെന്ന് പറഞ്ഞത്. പടം റിലീസാകുമ്പോൾ തരാമെന്നല്ല പറഞ്ഞത്. അപ്പോൾ എപ്പോഴാണ് ഏകദേശം എപ്പോൾ തരാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു